ഇതെല്ലാം തുടച്ച് മിനിക്ക് തുടങ്ങി കഴിഞ്ഞാ? ഇന്ന് രാത്രി എല്ലാം ഒരുക്കി വെച്ചാൽ നാളെ രാവിലെ വെളുപ്പിന് കണി കാണാൻ പറ്റില്ല. പിന്നെ എല്ലാം സെറ്റാക്കി വെക്കണം. ഓ, എല്ലാം സെറ്റാക്കി വെച്ചു. ഇത്തവണ ഒരു കാര്യം ചെയ്യാം. അമ്മു ഈ 4 മണിക്ക് കണ്ണുപൊത്തി കളിച്ചിട്ടുള്ള കളിയൊന്നും വേണ്ട. ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് ഫുള്ള് കുളിച്ച് വേഷം മാറി നല്ല ജുബയും മുണ്ടും ഒക്കെ എടുത്ത് നിങ്ങളെ എല്ലാവരെയും കണ്ണു പൊത്തി ഇവിടെ വന്ന് കണി കാണിക്കും. കണ്ണുപൊത്തിക്കളി അതേ സിനിമയിലാണ് ഇതൊക്കെ കാണുള്ളൂ. മറ്റേ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സാധാരണ മനുഷ്യന്മാർ അതേമാതിരി തന്നെ ഞാൻ ചെയ്ത് കാണിക്കാന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് അമ്മു ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്ന് ഇങ്ങനെ വന്നിട്ട് ചേട്ടാ ഒരുമാതിരി വർത്തനം പറയരുത് ചേട്ടാ. നല്ല മാതിരി എല്ലാം ആക്കിയിട്ട് ഞാൻ വന്ന് വിളിക്കുമ്പോ സിനിമയിലൊക്കെ കാണുന്ന മാതിരി നമ്മ പറഞ്ഞില്ലേ, അതേമാതിരി വൃത്തിയായിട്ട് നിങ്ങളെ കണി കാണിച്ചിട്ട് 1 വർഷം എങ്ങനെയുണ്ടെന്ന് നോക്ക്. അടുത്ത പുതുവർഷം എന്ന് പറയുന്നുണ്ടല്ലോ, ഡമാറ് വർഷമായിരിക്കും. അപ്പൊ ഞാൻ വിളിക്കണ്ടെന്നാ പറയണേ. ഞാൻ 3:30 അലാം വെക്കും. എണീറ്റ് കുളിച്ച് വേഷം മാറി 4 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ നിങ്ങളെ കണി കാണിച്ചിരിക്കും. അല്ല അപ്പൊ ഞാൻ ഇതൊക്കെ ഒരുക്കി വെക്കാം. എല്ലാം ഒരുക്കി വെച്ചോ. ബാക്കി ഞാൻ ഉഷാറാക്കി തരാം. അടുത്ത വർഷത്തെ എന്ന് പറഞ്ഞാണ്ടല്ല, ഇതുവരെ അമ്മ കാണാതെ വർഷമാണ്. ഓക്കെ, ഡൺ ഡീൽ. എല്ലാം റെഡിയാക്കി ഒരുക്കി വെച്ചോ. എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നോട് ചോദിച്ചു. ഓക്കെ, അപ്പം നാളെ രാവിലെ 4 മണിക്ക് ഞാൻ എല്ലാവരെയും, മക്കളൊക്കെ ഉണ്ടല്ലോ ഇതുവരെ ഇങ്ങനത്തെ കണി കണ്ടിട്ടുണ്ടാവില്ല, ഉഷാറായിട്ട് എങ്ങനെയാണ് ഒരു പുതുവർഷത്തില് ഒരു ട്രഡീഷണൽ രീതിയിൽ കണി കാണിക്കേണ്ട എന്ന് ഞാൻ അമ്മുവിനെ നാളെ പഠിപ്പിച്ചു തരും. ഇനി അത് കഴിഞ്ഞിട്ട് അമ്മു അത് നോക്കി ചെയ്യുള്ളൂ. അത്രയുള്ള കാര്യം. ഓക്കെ, പെട്ടെന്ന് 3:30 പെട്ടെന്ന് 3:30 നല്ല ഉറക്കമാ. കണി കാണിക്കാന്ന് പറഞ്ഞു പോയി. എൻ്റെ അമ്മേ, ഉറക്കം വന്നിട്ടും ഉറക്കില്ല. അമ്മേ, പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം. അമ്മോ അമ്മോ, എടാ അമ്മു, ഒന്ന് എണീറ്റ് വരുവോ? അമ്മു ഒന്ന് വാ. അമ്മ എന്താ പറ്റിയേ? അയ്യോ വീടാ, ഞാനൊന്ന് മോട്ടർ അടിക്കാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ അമ്മ എന്താ പറ്റി? ഞാനൊന്ന് മോട്ടർ അടിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്റെ മുണ്ടിങ്ങോട്ടാ.